കഴിഞ്ഞ ദിവസം BDSന് പഠിക്കുന്ന തിരുവനന്തപുരം ഉഴമലയ്ക്കൽ സ്വദേശിയായ നിതിൻ രാജ്, അദ്ദേഹം ഉഴമലയ്ക്കലെ നിന്നും അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുകയാണ്. അരേക്കണ്ടി ഡെൻ്റൽ കോളേജിലെ ഹോസ്റ്റലിൽ ജാതിപരമായി ആ കുട്ടിയെ പീഡിപ്പിച്ചു. അധ്യാപകരും അവിടുത്തെ ചില വിദ്യാർത്ഥി നേതാക്കളും. അദ്ദേഹത്തിൻ്റെ നിറം കറുപ്പാണ്, നിറത്തെ പറ്റിയും പീഡിപ്പിച്ചു. അച്ഛൻ്റെ തൊഴിൽ വളരെ മോശമാണ് എന്നാണ് അവർ പറയുന്നത്. കൂലിപ്പണി ചെയ്ത് പെയിൻറ്റിങ് തൊഴിലാളിയായ അച്ഛൻ രാജൻ വയ്യൽ എന്ന ആൾ, അയാളുടെ ഭാര്യ ലതാ സിയാർ എന്നിവരുടെ ഏക മകനാണ്. ഈ മകന് ഡെൻ്റൽ കോളേജിൽ അഡ്മിഷൻ കിട്ടാനായിട്ട് വളരെയധികം പാടുപെട്ടു. മെറിറ്റിൽ കിട്ടിയതാണ്. 2 പ്രാവശ്യം അയാൾ ശ്രമിച്ചിട്ട് ലഭിച്ചില്ല. കൂലിപ്പണി ചെയ്യുന്ന അച്ഛനും കൂലിപ്പണി ചെയ്യുന്ന അമ്മയും, മറ്റു വരുമാന മാർഗമൊന്നുമില്ല. കോഴ കൊടുത്ത് ഒരിടത്തും അഡ്മിഷൻ ലഭിക്കില്ല കുട്ടിക്ക്. 2 പ്രാവശ്യം തോറ്റിട്ടും പിൻവാങ്ങാതെ 3ാമത് എഴുതിയപ്പം മെറിറ്റിൽ തന്നെ ആ കുട്ടിക്ക് BDS അഡ്മിഷൻ കിട്ടി. വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും വളരെ സന്തോഷമായി. BDSന് പഠിക്കുകയാണ്. അത് തന്നെയല്ല, യാതൊരു വരുമാനവും ഇല്ലാതെ ഡെയിലി കൂലിപ്പണി ചെയ്യുന്ന മാതാപിതാക്കളുടെ മകന്. ഏതായാലും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ സംഭാഷണങ്ങൾ, മരണത്തിന് മുമ്പ് വീട്ടുകാരെ അറിയിച്ച വിവരങ്ങളെല്ലാം നമ്മൾ കേട്ടു. എത്ര കൃത്യനിഷ്ഠയോട്, എത്ര ക്ലാരിറ്റിയോടുകൂടിയാണ് ആ പയ്യൻ ആ വീട്ടുകാരെ ആ വിവരങ്ങൾ അറിയിക്കുന്നത്. ആ ജാതിവെറിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാം. ഈ സംഭവത്തിനോടനുബന്ധിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തെങ്കിൽ ആ അനാട്ടമി വിഭാഗം മേധാവി ഡോക്ടർ MK റാം, അയാൾ ആന്ധ്രാപ്രദേശുകാരനാണെന്ന് തോന്നുന്നു, അധ്യാപിക ഡോക്ടർ KG സംഗീത നമ്പ്യാർ എന്നിവരെ പ്രാഥമികമായ രീതിയിൽ അന്വേഷണ രീതിയിൽ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മറ്റൊരു അധ്യാപകരും ഇവരുടെ കൂടെ ഉണ്ട് എന്ന് വരുന്നുണ്ട്. ആരോപണങ്ങളും കൃത്യമായിട്ട് മറ്റു വിദ്യാർത്ഥികൾ മുന്നിൽ വെച്ച് പരസ്യമായി ഇയാളെ ജാതി പറഞ്ഞ് അയാളെ പീഡിപ്പിച്ചു എന്നുള്ളതാണ്. അതിന് ചില വിദ്യാർത്ഥികളും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് സ്വല്പം കറുത്ത നിറമായിട്ട് നിറത്തിൻ്റെ പേരിലും ആക്ഷേപിച്ചു. പിതാവിൻ്റെ ജോലി പെയിൻറ്റിങ് തൊഴിലാളിയാണ് അയാൾ. ആ വരുമാനമില്ലാത്ത ആ പാവപ്പെട്ട ആ പിതാവിനെ ആക്ഷേപിച്ചു. നിൻ്റെ പിതാവിന് കൂലിപ്പണിയല്ലേടാ എന്നുള്ള രീതിയിൽ. അമ്മ അതുപോലെ അവരും ഡെയിലി വേജസിന് പോകുന്ന സ്ത്രീയാണ് ലത. പിതാവിൻ്റെ ജോലിയുടെ പേരിലും അമ്മയുടെ ഒരു അസുഖത്തിലെ ഒരു ഓപ്പറേഷൻ ഉണ്ടായപ്പോൾ അതിനെ സംബന്ധിച്ചും പീഡിപ്പിച്ചെന്നാണ് പറയുന്നത്. അത് ആ കുട്ടിയെ പീഡിപ്പിച്ചു. അധ്യാപകർ ഒരു ആപ്പിൽ കൂടി ഒരു 14,000 രൂപ ഈ കുട്ടി ലോൺ എടുത്തിരുന്നു അമ്മയുടെ ആ ഓപ്പറേഷനനുബന്ധിച്ച്. അതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം, അത് ലോൺ തുക അടയ്ക്കാതെ വന്നപ്പോൾ അവിടുത്തെ സാറിൻ്റെ നമ്പറിലെങ്ങാണ്ട് ആ ലോൺ അധികൃതർ ഫോൺ ചെയ്ത് വിവരങ്ങൾ ചോദിക്കുകയുണ്ടായി. അതും ഒരു ആക്ഷേപമായി കണക്കാക്കുന്നുണ്ട്. അത് അമ്മയുടെ അസുഖത്തിനാണ് ആ ലോൺ എടുത്തിരിക്കുന്നത്. എന്തായാലും വളരെ ആത്മനിയന്ത്രണമുള്ള ഒരു വ്യക്തി, നല്ല തൻ്റേടിയായ, നല്ല വിവേകമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു മരണപ്പെട്ട നിതിൻ രാജ്. നിതിൻ രാജ് അവിടുത്തെ ഡെൻ്റൽ ഹോസ്പിറ്റലിൻ്റെ 4ാം നിലയിൽ നിന്ന് എടുത്ത് ചാടി അവിടുന്ന് ചാടി മരിക്കുകയാണ് ഉണ്ടായത്. സാധാരണഗതിയിലുള്ള ഈ രീതിയിലുള്ള ആക്ഷേപങ്ങളൊന്നും ആ ചെറുക്കൻ്റെ അടുത്ത് വില പോകില്ല. കാരണം അത് എതിരിട്ട് തന്നെയാണ് ആ പയ്യൻ അവിടെ നിന്നിരുന്നത്. പക്ഷേ അമ്മയുടെ രോഗത്തെപ്പറ്റി, ഓപ്പറേഷനെ പറ്റി ആക്ഷേപിച്ചപ്പം സാറുമാരോട് എതിർത്ത് സംസാരിച്ചു. അതിനവർക്ക് അവകാശമില്ല. അവരെ സ്റ്റാഫ് റൂമിൽ ഈ പയ്യനെ വിളിച്ചു വരുത്തി അവിടെ ഇട്ട് ആക്ഷേപിച്ചു എന്നാണ് പറയണേ. 1-2 സാറുമാരല്ല, മൊത്തം സ്റ്റാഫ് റൂമിലുള്ള ആൾക്കാർ മുഴുവൻ ഈ കുട്ടിയെ ആക്ഷേപിച്ചു. കാരണം ഇനി അവിടെ നിൽക്കാൻ നിവൃത്തിയില്ല. ഇതുവരെ പലരും ആക്ഷേപിച്ചെങ്കിലും, ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും പേരിലൊക്കെ ആക്ഷേപിച്ചെങ്കിലും അതൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാനുള്ള കഴിവ് ആ കുട്ടിക്കുണ്ടായിരുന്നു. നല്ല ഒരു പക്വതയുള്ള ഒരാളുടെ സംഭാഷണമായിട്ടാണ് അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് 11 മണിക്ക് പകൽ വീട്ടുകാരെ ഒരു വോയിസ് ഇട്ടുകൊടുത്തതിനകത്ത് നിന്ന് നമ്മൾ കേൾക്കുന്നത്. എന്തായാലും സഹോദരിക്ക് ഇട്ടുകൊടുത്ത ആ ശബ്ദത്തിൽ നിന്ന് അദ്ദേഹം നല്ല ഉറച്ച തീരുമാനമുള്ള, നല്ല വിവേകമുള്ള, നല്ല ബുദ്ധിയുള്ള, എല്ലാ കാര്യത്തിലും പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു ആൺകുട്ടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം 2 പ്രാവശ്യം മെറിറ്റിൽ പരീക്ഷ എഴുതി ലഭിക്കാതിരുന്നിട്ട് 3ാമത് എഴുതി മെറിറ്റിൽ തന്നെ അവിടെ MBBSന് അല്ലെങ്കിൽ BDSന് അഡ്മിഷൻ വാങ്ങിച്ച കുട്ടിയാണ്. സധൈര്യം ഇതെല്ലാം നേരിടാൻ കപ്പാസിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ടു പോയത് തോന്നിയത് അധ്യാപകരെല്ലാവരും ഇയാളെ ആ ഓഫീസ് റൂമിൽ വിളിച്ച് ആക്ഷേപിച്ചു. എല്ലാ സാറുമാരും ഒന്നിച്ചാണ് കൈവെട്ടുന്നതിൻ്റെ ആ കുട്ടിയെ പീഡിപ്പിച്ചു. അധ്യാപകർ ഒരു പുഴുത്ത പട്ടിയാണ് നീ എന്നൊക്കെ രീതിയിൽ സംസാരിച്ചെന്നാണ് പറയുന്നത്. എന്തായാലും സാറുമാർ എല്ലാവരും, അവിടുത്തെ വിദ്യാർത്ഥികൾ, സീനിയർ വിദ്യാർത്ഥികൾ, ഈ പയ്യനെ റാഗ് ചെയ്യാൻ ശ്രമിച്ചവരും എല്ലാവരും
ഒന്നിച്ച് നിന്നപ്പം ഇനി അവിടെ പഠിക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് എന്ന് മനസ്സിലാക്കി. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാതാപിതാക്കളുടെ കരച്ചിൽ, ആ പെൺകുട്ടിയുടെ സഹോദരിയുടെ കരച്ചിൽ, അശോകൻ എന്ന് പറഞ്ഞാൽ ആ സഹോദരിയുടെ ഭർത്താവിൻ്റെ സംസാരമൊക്കെ നമ്മൾ കേട്ടു. പക്ഷേ ഏറ്റവും ദുഃഖകരമായ ഇതേ രീതിയിലുള്ള പൂക്കോട്ട് നമുക്കൊരു സംഭവം ഉണ്ട്, സിദ്ധാർത്ഥനെ കൊന്നത്. അവിടെയുള്ള സാറുമാരും അവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ SFI DYFI നേതാക്കന്മാരും കൂടെ ചേർന്നാണ് ആ സിദ്ധാർത്ഥനെ കൊന്നത്. കാരണം 3 ദിവസം വീട്ടിലോട്ട് മടങ്ങിപ്പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്ത് കോഴിക്കോട് വന്നപ്പോൾ തിരിച്ചു വിളിച്ച് അയാളെ പട്ടിണിക്കിട്ട് 3 ദിവസം ആ ഹോസ്റ്റലിലും പരിസരത്തിട്ട് പീഡിപ്പിച്ച രംഗങ്ങളൊക്കെ നമുക്കറിയാം. അതിനുശേഷം ഒരു ജഡ്ജിയെ കൊന്നിട്ട് ഒരു ജഡ്ജിയിൽ കെട്ടിത്തൂക്കി. വളരെ സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു അത്. ആ സിദ്ധാർത്ഥൻ്റെ അമ്മ ഇവർ താമസിക്കുന്ന ഉഴമലയ്ക്ക് നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്താണ് അവർ താമസിക്കുന്നത്. അവർക്ക് നീതി ലഭിച്ചില്ല, അവർക്ക് ന്യായം ലഭിച്ചില്ല എന്ന് സങ്കടപ്പെട്ട് ഈ കുട്ടിയുടെ മൃതദേഹം കാണാൻ അവിടെ വന്നത് നമ്മൾ കണ്ടു. ഏതായാലും കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഒരു കാര്യം ആലോചിക്കണം. രാഷ്ട്രീയപരമായി പല പിടിപാടും ചില നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് വരും. നിങ്ങൾ ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. അതിനകത്ത് രാഷ്ട്രീയക്കാരുടെ മുഖം നോക്കാൻ അവരുടെ തൃപ്തിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ ജോലി ചെയ്യേണ്ടത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കണം. കാരണം അതിശക്തമായ നിയമ നടപടികൾ നിങ്ങൾക്കെതിരായിട്ടുണ്ടാവും. പോലീസിൻ്റെ അന്വേഷണം വ്യക്തമായി രാഷ്ട്രീയ നിറത്തോടുകൂടി സഞ്ചരിച്ചാൽ അതിനെതിരായി നീങ്ങാനുള്ള അവസരം ആ മരണപ്പെട്ട കുട്ടിയുടെ മാതാപിതാക്കൾ ഉണ്ടെന്നും അവർ ശക്തിയുക്തം എതിർത്ത് വന്നാൽ നിങ്ങൾ ജയിലിൽ പോകും എന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഇപ്പോൾ തന്നെ ഈ കേസിനകത്ത് അയാൾ ലോണ് എടുത്തതിന് ലോൺ ആപ്പ് മുഖേന എടുത്ത ലോണ് വാങ്ങിച്ചതിനെ സംബന്ധിച്ച് പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത്, എന്തിനാണ് അങ്ങനെ ഒരു കേസ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാളൊരു ലോണ് വാങ്ങിച്ചാൽ ആ ലോണ് കൊടുക്കുന്നവർ പരിചയമുള്ള ആൾക്കാരുടെ പേരും അവരുടെ നമ്പരും ഒക്കെ ചിലപ്പം ചോദിച്ചെന്ന് വരും. അവിടെ പഠിക്കുന്ന BDS കുട്ടി ആ കുട്ടിയെ പീഡിപ്പിച്ചു. അധ്യാപകർ അളവുകൊണ്ട് 14,000 രൂപയ്ക്ക് അവർ ലോൺ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സാറുമാരുടെ നമ്പരൊക്കെ കൊടുക്കുന്നതിന് എന്താണ് തെറ്റ്? ആ കൊടുത്തതിന് ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമോ പോലീസിന്? എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണ് പോലീസ് അവിടെ കളിക്കുന്നതെന്ന്. കാരണക്കാരാരായാലും ശരി അവരെ ജയിലറകളിൽ സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.